എടി നിന്റെ ഭർത്താവ് ഇതൊക്കെ ഇറങ്ങിയ ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. അതും കേട്ടോ ഈ പെട്ടിയും ബാഗ് കൊടുത്ത് നീ എവിടെ പോകാൻ പോണ്? നീ മര്യാദയ്ക്ക് വീട്ടിൽ കയറുന്നു. ഇല്ല, ഇനി ഞാൻ അങ്ങോട്ട് പോയില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എടി നീ എന്തൊക്കെ പൊട്ടത്തരായി പറയുന്നത്? എനിക്ക് ഒരു ഫാമിലി ഉള്ളതാണ്. അരുണല്ലേ പറഞ്ഞ വൈഫായിട്ട് ഹാപ്പി അല്ല, എന്റെ കൂടെ ഇഷ്ടമെന്നൊക്കെ. പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാ എന്താ? ചാന്ദിനി, നീ വിചാരിക്കുന്ന കാര്യങ്ങൾ അത്ര ഈസി ഒന്നുമില്ല. പിന്നെ എത്രയൊക്കെ ഹാപ്പി അല്ലെന്ന് പറഞ്ഞാലും എന്റെ മോളെയും ഭാര്യയും വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. ഓ, എന്റെ കുടുംബവും ജീവിതമൊക്കെ തകർത്തിട്ട് ഇപ്പൊ നിനക്ക് നിന്റെ ഫാമിലി അല്ലേ വലുത്? പിന്നെ നീ എന്താ വിചാരിച്ചത്? എന്റെ വീടും കുടുംബം കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചോ? അരുണ, കളിക്കല്ലേ. പിന്നെ നീ ഇതിനെന്തെങ്കിലും ഇത്ര സ്നേഹിച്ചേ? സ്നേഹിച്ചെന്ന്? ആര് സ്നേഹിച്ച്? എടി നിനക്ക് മെസ്സേജ് അയച്ചാൽ നിന്നോട് സംസാരിച്ചേക്കെ കല്യാണം കഴിക്കാനും കൂടാൻ താമസിക്കാനൊന്നുമല്ല. ഒന്ന് കറങ്ങാൻ വേണ്ടി കൂടെ വന്നു വിചാരിച്ചു. നീതൊക്കെ സീരിയസ് ആയിട്ടൊന്നും ഞാൻ അറിയാം. നീ ഇത്ര ചീപ്പായിരുന്നോ? ഓ, ഞാൻ ചീപ്പാണ്. നീയേ വലിയ പുണ്യാളത്തിയൊന്നും ആവണ്ട. പണ്ട് പ്രേമിച്ചുകൊണ്ട സമയത്ത് കാശുള്ള വീട്ടിൽ നിന്ന് ആരോനെ വന്നപ്പോൾ എന്നെ തേച്ചിട്ട് പോയാളാണ് നീ. ഇന്ന് അവനെ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നു. നാളെ എന്നെ എടുക്കുമ്പോൾ കണ്ടവനോടെ പോലെ ആരിറങ്ങി. ചാന്ദിനി, ഞാനൊരു കാര്യം പറയാം. മേലാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനോ വിളിക്കാനോ നീ ശ്രമിക്കരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല.